നമസ്കാരം. ഫണ്ട് 360 പുതിയ ടീച്ചിങ് സ്വയം പ്രൊഫസർ മാത്യു. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ സെക്ടറിനെ കുറിച്ചുള്ള ഒരു അനാലിസിസ് ആണ്. എന്തുകൊണ്ടാണ് ഈ ഒരു അനാലിസിസ് നടത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ് എനർജി, പവർ, ഇലക്ട്രിക്കൽ എനർജി പ്രത്യേകിച്ച്. അപ്പം ഈ ഒരു സെക്ടറിന് വളരെയധികം ഭാവിയില്ലേ എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇതിനെക്കുറിച്ച് വളരെ സമ്മിശ്രമായിട്ടുള്ളൊരു പ്രതികരണമാണ് വളരെ കാലങ്ങളായിട്ട് പ്രത്യേകിച്ച് സ്റ്റോക്ക് മാർക്കറ്റിലുള്ള പല എക്സ്പേർട്സിനും ഉള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, ഊർജ്ജം എന്ന് പറയുന്ന ഒരു മേഖല ഗവൺമെന്റിന്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു അഡ്ഹറൻസിലും പോളിസീസിന്റെ അകത്തും ആശ്രയിച്ചിരിക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ പോളിസീസിനെ വളരെയധികം ആശ്രയിച്ചിരിക്കുന്ന ഒരു മേഖല സാധാരണ രീതിയിൽ അതിനകത്ത് ഒരു പ്രോഫിറ്റ് മാർജിൻസ് ഒക്കെ താരതമ്യേന വളരെ നിജപ്പെടുത്തിയ രീതിയിലൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാഭമൊക്കെ തുലവും തുച്ഛമായിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് സാധാരണ രീതിയിൽ പാരമ്പര്യ രീതിയിൽ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള വളരെയധികം പാരമ്പര്യമായിട്ടുള്ളവർ അവരൊരിക്കലും ഊർജ്ജ മേഖലയെ സാധാരണ രീതിയിൽ മുന്നോട്ട് കാണാറില്ല നല്ലൊരു സെക്ടറായിട്ട് റിട്ടേൺസ് ലഭിക്കുന്നതായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും ഈ ഒരു സെക്ടർ എന്തുകൊണ്ട് എന്നുള്ളൊരു തോന്നൽ പലപ്പോഴും പ്രത്യേകിച്ച് പുതുതായിട്ട് വരുന്നവർക്ക് ഉള്ളൊരു തോന്നൽ വരുന്നു. പക്ഷേ എങ്കിൽ പോലും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ടെക്നോളജിയൊക്കെ മാറിയതോട് കൂടിയിട്ട് ഈ ഒരു ഔട്ട്ലുക്ക്, ഈ ഒരു കാഴ്ചപ്പാടിന് വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം ഇതിനെക്കുറിച്ച് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഇന്നത്തെ കാതലായിട്ടുള്ള ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഇന്ത്യൻ പവർ സെക്ടർ അതിൻ്റെ സ്കോപ്പുകൾ എന്തൊക്കെയാണ്, ഇത് സത്യത്തിൽ നമ്മൾ പറഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇത് വളരെ പ്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള ഒരു മേഖലയായിട്ട് മാറുമോ, അതിൽ നിന്ന് നമുക്ക് താരതമ്യേന നല്ല ലാഭം ലഭിക്കുമോ എന്നൊക്കെ ഉള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഏതൊക്കെ സെക്ടേഴ്സാണ് നമുക്ക് പിന്നെ നോക്കി വെക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ്. അതിനകത്ത് പ്രധാനമായും രണ്ട് ഭാഗങ്ങളായിട്ട് നമുക്ക് തരംതിരിക്കാൻ പറ്റും. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇന്ത്യയാണ് ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ ഇലക്ട്രിസിറ്റി ജനറേറ്റിംഗ് ആൻഡ് കൺസ്യൂമിങ് രണ്ടും കൂടി, അതായത് ഉൽപ്പാദനവും അതേപോലെ തന്നെ ഒരു ഉപഭോഗവും മൂന്നാമത്തെ ഏറ്റവും വലിയ രാജ്യമാണ് ഇന്ത്യ. മുമ്പിൽ നിൽക്കുന്നത് ചൈനയും അമേരിക്കയാണ്, US-ഉമാണ്. അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഏറ്റവും വലിയ രാജ്യമാണ് ഇന്ത്യ. ഏകദേശം ഒരു 5% അടുത്ത് CAGR രീതിയിൽ ഇന്ത്യയുടെ ജനറേഷൻ വർദ്ധിച്ചിട്ടുണ്ട് കഴിഞ്ഞ 10 വർഷത്തെ ഡാറ്റ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ. നമ്മൾ ജാനുവരിയുടെ ഡാറ്റ വെച്ച് നോക്കുകയാണെങ്കിൽ, IEXന്റെ ജാനുവരി ഡാറ്റ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ടോട്ടൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഏകദേശം 425 GW ആണ്. അതേപോലെ മൂന്നാമത്തെ ഏറ്റവും വലിയ റിന്യൂവബിൾ എനർജി പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളുടെ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റലേഷൻസ് നടന്നിട്ടുള്ള മൂന്നാമത്തെ ഏറ്റവും വലിയ രാജ്യവും ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യയുടെ പവർ സെക്ടറിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ നമ്മൾ സത്യത്തിൽ പറഞ്ഞാൽ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൻ്റെ പോളിസീസിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയേണ്ടതായിട്ട് വരും. അതായത് 1956 സത്യം പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ TND എന്ന് പറയുന്നത് നമ്മളൊരു ഇനീഷ്യൽ സ്റ്റേജിൻ്റെ അകത്ത്, അത് ശൈശവദശയിലാണെന്നൊക്കെ വേണം നമുക്ക് കരുതാൻ വേണ്ടിയിട്ട്. ആ ഒരു കാലങ്ങളൊക്കെയാണ് സെമി ഓട്ടോണമസ് ഇലക്ട്രിസിറ്റി ബോർഡ്സ് ഒക്കെ എന്ന ആശയം മുമ്പോട്ട് കൊണ്ടുവന്നത്. 56-91 കാലഘട്ടങ്ങളിൽ സത്യം പറഞ്ഞാൽ ദേശീയവൽക്കരണത്തിൻ്റെ കാലമായിട്ടാണ് കരുതപ്പെട്ടിരുന്നത്. അതേസമയം 91 മുതൽ ഇങ്ങോട്ടേക്ക് ലിബറലൈസേഷൻ, നമ്മുടെ നരസിംഹറാവുവിൻ്റെ കാലത്താണെങ്കിൽ പ്രൈവറ്റ് ജനറേഷൻ കമ്പനികളെയും TND കമ്പനികളെയും ഒക്കെ നമ്മൾ വളരെയധികം പ്രോത്സാഹിപ്പിച്ചു. ഇലക്ട്രിസിറ്റി റെഗുലേഷൻ കമ്മീഷൻ ആക്ട് അതിനനുസരിച്ച് അമെൻഡ് ചെയ്തു. 2003 മുതൽ ഇങ്ങോട്ട് സത്യം പറഞ്ഞാൽ ഒരു കൺസംഷൻ്റെ ഒരു ഗ്രോത്താണ്. നമ്മൾ ഗ്രോത്ത് ഏരിയ എന്നൊക്കെ പറയുമ്പം കൺസംഷൻ 10 മടങ്ങായിട്ടൊക്കെ കുറേ അങ്ങ് വർദ്ധിച്ചു. ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാം ജ്യോതി യോജന, ഇൻറ്റിഗ്രേറ്റഡ് പവർ ഡെവലപ്മെൻറ്റ് സ്കീം, പ്രത്യേകിച്ച് അത് ഗ്രാമപ്രദേശങ്ങളിലും ഒക്കെ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട്, അതുപോലെ ഉജ്ജൽ ഡിസ്കോം അഷ്വറൻസ് യോജന, ഡിസ്കോം എന്ന് പറഞ്ഞ ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസിൻ്റെ അഷ്വറൻസ്, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് പദ്ധതികൾക്കുമൊക്കെ ആയിട്ട് ഗവൺമെൻറ് ഈ ഒരു ഊർജ്ജ മേഖല, ഇലക്ട്രിസിറ്റി ഊർജ്ജ മേഖലയെ വളരെയധികം വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയി. നമ്മൾ ഇന്ന് കാണുന്ന ഊർജ്ജ മേഖല ഈ രീതിയിൽ എത്തി നിൽക്കുന്നതും ഊർജ്ജ കമ്പനികൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിൻ്റെയും പ്രധാനപ്പെട്ട ഒരു കാരണം 91 മുതലുള്ള ഇങ്ങോട്ടുള്ള ഗവൺമെൻറ് പോളിസീസിൻ്റെ മാറ്റം തന്നെയാണ്. അടുത്തായിട്ട് നമുക്ക് ഊർജ്ജ മേഖലയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെങ്കിൽ നമ്മൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം, നമ്മളിവിടെയുള്ള ജനറേഷൻ കമ്പനികളെ കുറിച്ചുള്ള ഒരു ധാരണയാണ് വേണ്ടത്. നമ്മളിവിടെ ഏകദേശം 65% അടുത്ത് ഇവിടെ തെർമൽ പ്ലാന്റ്സ് ആണ്, താപനിലയങ്ങളാണ് ഉള്ള വൈദ്യുതിയാണ് ഇവിടെ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. അത് കൽക്കരിയിൽ നിന്നാകട്ടെ, അല്ലെങ്കിൽ ഗ്യാസ് ലിഗ്നൈറ്റ്, നമ്മൾ ലിഗ്നൈറ്റ്, നെയ്വേലി ലിഗ്നൈറ്റ് പോലെയുള്ള ഗ്യാസ് ലിഗ്നൈറ്റും ഉണ്ട്. അതുപോലെ ഡീസൽ പവർ പ്ലാന്റ്സ് ഉണ്ട്. ഡീസൽ പവർ പ്ലാന്റ്സ് താരതമ്യേന കുറച്ച് കുറവാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഏകദേശം 0.5 GW ഉള്ളൂ. പിന്നെ ബാക്കിയുള്ള 25% അടുത്ത് നമുക്കിവിടെ റിന്യൂവബിൾ എനർജി ഉണ്ട്, പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ. അപ്പോൾ അതിലൊരു വലിയൊരു കുതിച്ചുചാട്ടം, പ്രത്യേകിച്ച് സോളാർ എനർജിയുള്ള വലിയൊരു കുതിച്ചുചാട്ടം ഇന്ത്യ കഴിഞ്ഞ ഒരു 5-10 വർഷങ്ങളായിട്ട് കാഴ്ചവെച്ചത് അതെല്ലാവരെയും ഒരു അസൂയപ്പെടുത്തുന്ന രീതിയിലൊക്കെ ഉള്ളതാണ്. 136 GW അടുത്ത് വരുന്ന റിന്യൂവബിൾ എനർജി സോഴ്സസ് നമുക്ക്
കപ്പാസിറ്റി ആയിട്ടുണ്ട്. റിന്യൂവബിൾ എനർജി കപ്പാസിറ്റി ടോട്ടൽ അത്രയാണ്, 136 ജിഗാവാട്ടിൻ്റെ അടുത്തുണ്ട്. ഇത് മനസ്സിലാക്കേണ്ട കാര്യം, റിന്യൂവബിൾ എനർജിക്കകത്ത് ഹൈഡ്രോ പവറും കൂടി വരും എന്നുള്ളത്, ജലവൈദ്യുത പദ്ധതികളും വരുന്നുള്ളത് മനസ്സിലാക്കുക. ഇത് ജലവൈദ്യുത പദ്ധതികൾ ഉൾപ്പെടാതെയുള്ള ഇതാണ് പറഞ്ഞത്. ജലവൈദ്യുത പദ്ധതി നമ്മൾ എടുക്കുമ്പോൾ ടോട്ടൽ ജനറേഷൻ്റെ 1% മാത്രമേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ ഉപഭോഗം എന്ന് പറയുന്നത് തെർമൽ പ്ലാന്റ്സിൽ നിന്നാണ്. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊള്ളുക ബാക്കിയുള്ള ഡിസ്കഷനിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെക്ടർ, പവർ ജനറേഷൻ സെക്ടർ ആകർഷണീയമാണോ നിക്ഷേപത്തിന് അല്ലയോ എന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരം നമുക്ക് പലപ്പോഴും വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ജനറേഷൻ എന്ന് പറയുന്ന ഈ ഒരു സെക്ടർ മറ്റു സെക്ടറുകൾ പോലെ, ഉദാഹരണമായിട്ട് പറയുന്നത് IT സെക്ടർ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ മാത്രമായിട്ടോ അല്ലെങ്കിൽ SaaS ഒക്കെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കരുതാം. പക്ഷേ ഈ ഒരു പവർ ജനറേഷൻ എന്ന് പറയുന്ന സെക്ടർ സത്യം പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു ഡിമാർക്കേഷൻ ലൈന് കറക്റ്റായിട്ട് ഇല്ല. അത് മറ്റ് സെക്ടറുകളിലേക്ക് കൂടി വ്യാപിച്ചു കിടക്കുന്ന ഒരു മേഖലയാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ പവർ ജനറേഷൻ സെക്ടറിൻ്റെ അകത്ത് നമുക്ക് പറയാവുന്ന ഒന്ന് ജനറേറ്റിംഗ് കമ്പനികളുണ്ട്. ജനറേഷൻ കമ്പനികൾ വളരെയധികം നമുക്ക് അറിയുന്ന പോലെ തന്നെ ടാറ്റ പവറോ നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ ഇങ്ങനെയൊക്കെ ഉള്ളത് വളരെയധികം ഉണ്ട്. ഇതൊരു വക. TND ഉണ്ട് വേറെ, ട്രാൻസ്മിഷനും ഡിസ്ട്രിബ്യൂഷനും. ചില കേസിലൊക്കെ ആണെങ്കിൽ ജനറേഷൻ കമ്പനികൾ തന്നെയാണ് ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. കൂടാതെ ഇവിടെ സെമി ഓട്ടോണമസ് സ്റ്റേറ്റ് ഓൺഡ് കമ്പനികൾ KICB പോലെയുള്ളത് ഇത് മൂന്നും അവർ തന്നെയാണ് ഒന്നും ചെയ്യുന്നത്. അപൂർവം ചില തൃശ്ശൂരൊക്കെ അല്ലെങ്കിൽ കണ്ണന്തായം കോർപ്പറേഷൻ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് മാറ്റങ്ങളുണ്ടെന്നേ ഉള്ളൂ. അല്ലാത്ത രീതിയിൽ KICB തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു വക അവിടെ നിലനിൽക്കുന്നു. മൂന്നാമതാണ് ആൻസിലറി കമ്പനി, പവർ ആൻസിലറി കമ്പനി. പവർ ആൻസിലറി കമ്പനി ABB ആകാം, സീമെൻസ് ആകാം, അല്ലെങ്കിൽ ടർബൈൻ കമ്പനികളാകാം, ഇപ്പോൾ ത്രിവേണി ടർബൈൻസ് അതുപോലുള്ളൊക്കെ എന്തെങ്കിലും ആകാം. അപ്പോൾ ആൻസിലറി കമ്പനികളും നമ്മുടെ ഈ ഒരു സെക്ടറുമായിട്ട് നമുക്ക് ചേർത്ത് വായിക്കേണ്ട ഒരു ഇതാണ്. നാലാമത്തത് പുതുതായിട്ട് കഴിഞ്ഞ ഒരു 10 വർഷങ്ങളായിട്ടുള്ളതെന്ന് വെച്ചാൽ ടെക് ബാക്കപ്പ് ആണ്. സ്മാർട്ട് ഗ്രിഡ്സിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ, അതുപോലെ തന്നെ ഗവൺമെൻറ് ആണെങ്കിൽ വൺ ഇന്ത്യ വൺ ഗ്രിഡ് പോളിസീസ് മുമ്പോട്ട് പോകുന്നു. അപ്പോൾ ബില്ലിംഗ് മുതലുള്ള കാര്യങ്ങൾ, മീറ്ററിംഗ് പോലുള്ള കാര്യങ്ങൾ, അതുപോലെ ഡെസ്പാച്ച് സെൻറ്റേഴ്സ് മാനേജ്മെൻറ്റ്, ഇതെല്ലാം ടെക് ബാക്കപ്പിലാണ്. അപ്പോൾ അതുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള കമ്പനികൾ വളരെയധികം ഉണ്ട്. പക്ഷേ നമ്മുടെ സർക്കാരിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ടെക് ബാക്കപ്പ് കൊടുക്കുന്നത് മിക്കവാറും ആൻസിലറി കമ്പനികളൊക്കെ തന്നെയാണെന്നുള്ളത് സത്യമാണ് നിലനിൽക്കുന്നത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ സീമെൻസിൻ്റെ സിസ്റ്റംസ് ഒക്കെ ആണെങ്കിൽ സീമെൻസ് തന്നെ, ABB ആണെങ്കിൽ ABB തന്നെ, ഇതുപോലുള്ള ജയൻസ് ഒക്കെ അവർ ഒന്നിച്ച് മുമ്പോട്ട് പോകുന്നു. പിന്നെയുള്ളത് അഞ്ചാമത്തെ ഒരു സബ്സെക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തുള്ളത് പ്ലാറ്റ്ഫോം സർവീസസ് ആണ്. പ്ലാറ്റ്ഫോം സർവീസ് നമുക്കറിയായിരിക്കും, HPXO അല്ലെങ്കിൽ IEXO പോലെയുള്ളത്, പവർ ട്രേഡിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോം സർവീസ്. അപ്പോൾ ഇതും പവർ സെക്ടറിൻ്റെ ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ്. അടുത്തത് ആറാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ഇൻഫ്രാസ്ട്രക്ചറാണ്. പവർ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പം LNT പോലത്തെ കമ്പനികൾ അല്ലെങ്കിൽ വാസവി പവർ പോലത്തെ കമ്പനികൾ, ഇതെല്ലാം ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ പാർട്ടാണ്. അതായത് ഈ ഇൻഫ്രാസ്ട്രക്ചർ ബാക്കപ്പ് ഇല്ലാത്ത രീതിയിൽ കമ്പനികൾക്ക് ഈ പറഞ്ഞ TND ആണെങ്കിലും ശരി, ജനറേഷൻ കമ്പനികൾക്കാണെങ്കിലും മുമ്പോട്ട് പോകാൻ കഴിയില്ല. അതേസമയം ഏഴാമത്തെ സെക്ടറാണ് സത്യം പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, അത് ഫ്യൂവലാണ്, പ്രൊവൈഡേഴ്സാണ്. അപ്പോൾ സാധാരണ ഇത് നമ്മൾ ഈ ഫ്യൂവൽ, ഹൈഡ്രോ കാർബൺ നമ്മൾ വേറൊരു സെക്ടറായിട്ട് നമ്മൾ കരുതുന്നത്. ഇപ്പം നമ്മൾ ഒരിക്കലും BPCLനെ ഒരു ഇലക്ട്രിസിറ്റി ഒരു പവർ ജനറേഷൻ സെക്ഷൻ്റെ ആയിട്ട് നമ്മൾ കൂട്ടിക്കെട്ടാറില്ല. അതുപോലെ കോൾ ഇന്ത്യനെ. അതേസമയം കോൾ ഇന്ത്യ ആകട്ടെ അല്ലെങ്കിൽ മറ്റ് ഫ്യൂവൽ കമ്പനികളാകട്ടെ, ഇവയുടെ എല്ലാം മാർജിൻസും അതേപോലെ തന്നെ ടേൺ ഓവറും ഒക്കെ ഇവിടുത്തെ ഇലക്ട്രിസിറ്റി കൺസംഷനെ വളരെ അധികം ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഈ ഒരു സെക്ടർ അനലൈസ് ചെയ്യുമ്പം കൺഫ്യൂസ്ഡ് ആകുന്നതും, അഥവാ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പോലും ഈ ഒരു സെക്ടറിനെ കുറിച്ച്, പവർ സെക്ടറിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു അവബോധത്തോടുകൂടി മുമ്പോട്ട് പോകാൻ കഴിയാതിരിക്കുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമുക്ക് ഇന്ത്യയിൽ സംഭവിച്ചിട്ടുള്ള ചില പോളിസി മാറ്റേഴ്സ് ഇതിനൊക്കെ കുറച്ചൊരു അപവാദമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് കുറച്ച് ഫാക്ടേഴ്സൊക്കെ സത്യം പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത് നിന്നും വിഭിന്നമായിട്ട് പവർ സെക്ടറിനെ പോസിറ്റീവായിട്ട് മുമ്പോട്ട് ഡ്രൈവ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ പ്രധാനപ്പെട്ട ഒരു പോളിസി ചേഞ്ചാണ് 100% FDI, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് പവർ സെക്ടറിൻ്റെ അകത്ത് അനുവദിച്ചു നൽകി എന്നുള്ളത്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ 2022-23 യൂണിയൻ ബജറ്റിൻ്റെ അകത്ത് അനൗൺസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ തന്നെ സോവറിൻ ഗ്രീൻ ബോണ്ട്സ്. അപ്പം സോവറിൻ ഗ്രീൻ ബോണ്ട്സ് വഴി സത്യം പറഞ്ഞാൽ ഒരു ആൾട്ടർനേറ്റ് ഇൻകമാണ് ജനറേഷൻ കമ്പനികൾക്ക് ലഭിക്കുന്നത്, പ്രത്യേകിച്ച് ഇൻസ്റ്റലേഷൻ, ഗ്രീൻ എനർജി ഇൻസ്റ്റലേഷനൊക്കെ ഉള്ള കമ്പനികളെ സംബന്ധിച്ച്. പിന്നെ അതേപോലെ തന്നെ സ്റ്റോറേജ് സിസ്റ്റം, എനർജി സ്റ്റോറേജ് സിസ്റ്റം, DC സ്റ്റോറേജ് സിസ്റ്റംസ് ഒക്കെ ജിൻഡാലൊക്കെ പോലെ ഉള്ള പലരും ഇത് ചെയ്യുന്നു. അതിനൊക്കെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റാറ്റസ് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു ലാർജ് സ്കെയിൽ ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റാറ്റസിൻ്റെ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണോ ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്നത് അവയെല്ലാം അവയ്ക്കും കൂടി ബാധകമാണ്. ഗ്രിഡ് സ്കെയിൽ സ്റ്റോറേജ് സിസ്റ്റംസിന് ഉൾപ്പെടെ ഈ ഒരു ബഹുമതി ലഭിക്കുന്നു. അതുകൊണ്ടാണ് പ്രധാനമായിട്ടും ഇപ്പോൾ ജിൻഡാലൊക്കെ ആണെങ്കിൽ സ്റ്റോറേജ് സിസ്റ്റംസ് കൂടുതലായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നു. LNT, ജനറേഷനും ഒന്നും ഇല്ലാത്ത LNT പോലും ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാനുള്ള പ്രധാനപ്പെട്ട കാരണം. പിന്നെയുള്ളത് ഗവൺമെൻറ്റിൻ്റെ വലിയൊരു PLI സ്കീംസ് ഒക്കെ ഇവിടുത്തെ ഒരു ആൻസിലറി സെക്ടർ, പ്രത്യേകിച്ച് റിന്യൂവബിൾസിൻ്റെ മുകളിലുള്ള ആൻസിലറി സെക്ടർ, അത് എവിടെ മുതൽ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ റിന്യൂവബിൾസിന് വേണ്ടിയിട്ടുള്ള ഗ്ലാസ് മാനുഫാക്ചറിങ്, ബോറസിൽ റിന്യൂവബിൾ പോലെ, അത് മുതൽ ടർബൈൻ മാനുഫാക്ചറിങ് വരെ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീംസ് ഗവൺമെൻറ് പ്രഖ്യാപിച്ചു.
അപ്പോൾ റിന്യൂവബിൾസിന്റെ മുകളിലുള്ള ഇതുപോലത്തെ ഒരു വലിയ ഒരു ഇൻസെന്റീവ്സ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചത് ഈ ഒരു മേഖലയിലുള്ള വലിയൊരു പുഷായി. രണ്ടാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൾട്ടർനേറ്റ് ഗ്രീൻ ബോണ്ട്സ് ഇവയെല്ലാം ട്രേഡ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം അഥവാ അത് മാൻഡേറ്ററി ആയിട്ട് ഗവൺമെന്റ് കൊണ്ടുവന്നു എന്നുള്ളതും പല ജനറേഷൻ കമ്പനികളെ സംബന്ധിച്ചും വളരെ നല്ലൊരു കാര്യമാണ് ഉണ്ടായത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഗ്രീൻ ബോണ്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് എക്സ് പോലത്തെ പ്ലാറ്റ്ഫോമിലോ HPX പോലത്തെ പ്ലാറ്റ്ഫോമിലോ സെല് ചെയ്തിട്ട് ഇക്വലന്റ് ആയിട്ടുള്ള ക്രെഡിറ്റ് ചെയ്യാൻ കഴിയും. പിന്നെ കുറച്ച് കാലങ്ങളായിട്ട് നമ്മളിവിടെ ജനറേഷൻ കമ്പനികളെ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാക്ക്വേർഡ് ഇന്റഗ്രേഷൻ ആണ്. ഇപ്പോൾ തെർമൽ പ്ലാന്റ്സ് ഒക്കെ റൺ ചെയ്യുന്ന ഇപ്പോൾ അദാനിയെ കുറിച്ചൊക്കെ നമ്മൾ ഇതിനു മുമ്പ് ഒരു ചർച്ചയൊക്കെ നടത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്ക്വേർഡ് ഇന്റഗ്രേഷന്റെ ആശാന്മാരാണ് അദാനി. ഉദാഹരണമായിട്ട് തെർമൽ പ്ലാന്റ്സ് ആണെങ്കിൽ അവർ ക്യാപ്റ്റീവ് കോൾ ഫീൽഡ്സ്, അപ്പോൾ ക്യാപ്റ്റീവ് കോൾ ഫീൽഡ്സ് അവർ സ്വന്തമായിട്ട് കോൾ ഫീൽഡ് മാനേജ് ചെയ്യുന്നു, അതിൻ്റെ അകത്ത് നിന്ന് എടുക്കുന്നു. അപ്പം നമ്മൾ അത് തന്നെ യൂസ് ചെയ്തിട്ട് നമ്മൾ പവർ ജനറേറ്റ് ചെയ്യുന്നു. ഇതിനു വേണ്ടിയിട്ടുള്ള വളരെയധികം ഇൻസെന്റീവ്സും ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. അപ്പോൾ അതോട് കൂടിയിട്ട് ഇന്ത്യക്ക് അകത്തും പുറത്തുമായിട്ടുള്ള കോൾ ഫീൽഡ്സ് കൂടുതൽ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന പണം വളരെയധികം കൂടി. ഇന്തോനേഷ്യയിലാകട്ടെ, ഓസ്ട്രേലിയയിലാകട്ടെ, വിയറ്റ്നാമിലാകട്ടെ, ഇവിടെയൊക്കെയുള്ള കൽക്കരി ഖനികൾ അദാനിയും ടാറ്റയും മാത്രമൊന്നുമല്ല, കുഞ്ഞൻ കമ്പനികൾ ഉൾപ്പെടെ, ലിസ്റ്റ് ചെയ്യാത്ത കുഞ്ഞൻ കമ്പനികൾ ഉൾപ്പെടെ പോയിട്ട് ഈ പണിക്കൊക്കെ പോയിട്ടുണ്ട്. SR പവറും ഒക്കെ പോയിട്ടുണ്ട്. ഇവിടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കമ്പനികൾ ഒക്കെ തന്നെ ചിലർ ONGC പോലെയുള്ളവർ അവർക്ക് ജനറേഷൻ ഒന്നും ഇല്ലെങ്കിൽ കൂടിയും അവർ ഇതുപോലത്തെ കോൾ ഫീൽഡ് ബിഡിന്റെ അകത്തൊക്കെ വളരെ അഗ്രസീവായിട്ട് പങ്കെടുക്കാനും തുടങ്ങി. കോള് മറച്ചു വയ്ക്കുന്ന ഒരു ബിസിനസ് സെപ്പറേറ്റ് തുടങ്ങാനും തുടങ്ങി. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയി നമുക്ക് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം ആത്മനിർഭർ ഭാരതാണ്. അപ്പോൾ അതുവഴി ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ കൊമേഴ്ഷ്യലി ഓപ്പറേറ്റിംഗ്, വ്യാവസായികാടിസ്ഥാനത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ റഷ്യയ്ക്ക് ശേഷം സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നത് ഇന്ത്യ എന്ന മഹാരാജ്യം മാത്രമായി മാറി എന്നുള്ളതാണ് സത്യം. ഭവിനി എന്നാണ് അതിൻ്റെ പേര്. കൂടുതൽ അറിയാൻ വേണ്ടി നിങ്ങൾ നെറ്റൊക്കെ സെർച്ച് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ മാർച്ച് മാസത്തെ ന്യൂസ് പേപ്പറൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കൂടുതൽ അറിയാം. നമുക്ക് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ഓൾറെഡി ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ ഗിൽപ്പാക്കത്താണ്, ചെന്നൈക്ക് അടുത്ത്. ചെന്നൈ പോണ്ടിച്ചേരി റൂട്ടിൻ്റെ അകത്ത് ECRന്റെ അടുത്തുള്ള ഗിൽപ്പാക്കത്ത് മാത്രമാണ്. പക്ഷെ അതും സ്റ്റേറ്റ് ഓൺഡാണ്. അതൊരു കൊമേഴ്ഷ്യലി ജനറേഷൻ സ്റ്റേഷൻ്റെ അകത്ത് ഒരു കാറ്റഗറിയിൽ വരുന്നതല്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ജനറേഷൻ പ്ലാന്റിന് നമ്മുടെ പവർ സെക്ടറിന് പുഷ് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ ഇന്ത്യയാണ്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ കമ്പനികളെ സംബന്ധിച്ച് ഡിജിറ്റൽ ഇന്ത്യ പുഷ് കൊടുത്തത് ചില്ലറയൊന്നുമല്ല. കൂടാതെ മറ്റൊരു കാര്യം നമ്മൾ പറയാൻ വിട്ടുപോകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെയുള്ള ഡാറ്റാ സെൻറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഇതിൻ്റെ അകത്ത് ഗവൺമെൻറ് സത്യം പറഞ്ഞാൽ കൺവെൻഷണൽ പവർ കൺസംഷൻ, അതായത് പാരമ്പര്യ രീതിയിലുള്ള പവർ കൺസംഷൻ്റെ കാറ്റഗറിയിൽ വരാത്തതാണ്. അതുകൊണ്ട് തന്നെ ഡിസ്ട്രിബ്യൂഷൻ കമ്പനികൾക്കും ജനറേഷൻ കമ്പനികൾക്കും ഡാറ്റാ സെൻറ്റേഴ്സിനുള്ള പവറിന് വില നിശ്ചയിക്കുന്നതിന് പ്രത്യേകിച്ച് പരിധികളൊന്നുമില്ല. അതേസമയം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണെങ്കിൽ ഡാറ്റാ സെൻറ്റേഴ്സിനെ ഇവിടെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇന്ത്യക്ക് പുറത്തുള്ള കമ്പനികൾ പോലും ഇന്ത്യയിൽ ഡാറ്റാ സെൻറ്റേഴ്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി മുമ്പോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഡാറ്റാ സെൻറ്റേഴ്സ് എന്ന് പറയുന്നത് വലിയൊരു വ്യവസായമായിട്ടും അഥവാ ഡിസ്ട്രിബ്യൂഷൻ കമ്പനികളുടെ വലിയൊരു അറവപ്പശുവായിട്ടും ഡാറ്റാ സെൻറ്റേഴ്സ് ഭാവിയിൽ മാറാനുള്ള സാധ്യതകൾ വളരെ കൂടുതലുണ്ട്. മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് പവർ ജനറേഷൻ കമ്പനികളുടെ മാർജിനുള്ള ഒരു ഇൻക്രീസാണ്, കൂടുതലാണ്. ഇത് പലപ്പോഴും സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറേഷൻ കോസ്റ്റ് കൺട്രോൾ ചെയ്തത് വഴിയും അതുപോലെ ഓൾട്ടർനേറ്റ് ഇൻകം കൂടുതൽ എൻഹാൻസ് ചെയ്തത് വഴിയാണ് ഹൈഡ്രോ കാർബൺ കൂടുതലായിട്ട് ഡീൽ ചെയ്യുന്ന കമ്പനികൾ ഉൾപ്പെടെ, അദാനി ഉൾപ്പെടെ, അവർ ഗ്രീൻ എനർജിക്ക് വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് കമ്പനി സ്പൺ ഓഫ് ചെയ്ത് മാറ്റി എന്നുള്ളത് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഗ്രീൻ എനർജി പോളിസി എന്തുമാത്രം വലിയ കമ്പനികൾ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടെന്നും അതിൻ്റെ അകത്തുനിന്ന് ബെനിഫിറ്റ്സ് അവർ എന്തുമാത്രം ഉണ്ടാക്കുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ സെക്ടർ എന്ന് പറയുന്നത് അടുത്തൊരു 5 വർഷം, കാരണം 5 വർഷത്തിൻ്റെ അപ്പുറത്തേക്കുള്ള വലിയൊരു പ്രവചനമൊന്നും നടത്താൻ ഞാൻ ആളല്ല. രണ്ടാമത്തെ കാര്യം, അതൊട്ടും പ്രാവർത്തികവുമല്ല. അപ്പോൾ ഒരു 5 വർഷത്തേക്ക് 2024-25 കാലം മുതൽ 2030 വരെ ഇന്ത്യയിലെ പവർ സെക്ടർ വലിയ യുദ്ധമൊന്നും വന്നിട്ടില്ലെങ്കിൽ അത് ശോഭനമാണ് എന്ന് വേണം നമുക്ക് കരുതാൻ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്ക് അകത്തുള്ള കൺസംഷൻ, അതുപോലെ തന്നെ പ്രവചിക്കപ്പെടുന്ന ഫോർകാസ്റ്റ് ചെയ്യുന്ന കൺസംഷനും ഇത് വളരെ സ്ട്രോങ് ആയിട്ട് നിലനിൽക്കുന്നു. ഏകദേശം 2100 ബില്യൺ യൂണിറ്റിൻ്റെ കൺസംഷനാണ് ഫോർകാസ്റ്റ് ചെയ്യപ്പെടുന്നത് 2027 ആകുമ്പോഴേക്കും. 2030 ആകുമ്പോഴത്തേനും ഇത് 3500 ബില്യൺ യൂണിറ്റ്സിലേക്ക് ജമ്പ് ചെയ്യുമെന്ന് കരുതപ്പെടുന്നു. മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ വെറും 1500 ബില്യൺ യൂണിറ്റ് ഡിമാൻഡ് ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഈ നമ്പേഴ്സിൻ്റെയൊക്കെ ഒരു വില നിങ്ങൾക്ക് മനസ്സിലാകും. പിന്നെ പിന്നാമ്പുറത്ത് നടക്കുന്ന ചില ചർച്ചകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറേഷൻ കമ്പനികൾക്ക് സൗകര്യം പോലെ, അതായത് പവർ പർച്ചേസ് എഗ്രിമെന്റ്സ് ഒന്നും ഇല്ലാതെ തോന്നിയപടി പവർ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അമെൻമെന്റ് മിക്കവാറും ഈ വർഷം തന്നെ വന്നേക്കാമെന്നുള്ളതാണ്. ഇത് വന്നുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന പോലെ തന്നെ പവർ ജനറേറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും എക്സ്ചേഞ്ചുകൾ വഴി സെല്ല് ചെയ്യാനുള്ള വലിയൊരു അവസരമാണ് തുറന്നു കിടക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ പവർ സെല്ല് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടുത്തെ പ്ലാറ്റ്ഫോം കമ്പനികൾ പലതും ഇന്ത്യയിൽ മാത്രമല്ല ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഉദാഹരണമായിട്ട് IEX ആണെങ്കിലും ശരി, HPX ആണെങ്കിലും ശരി, പവർ ഇന്ത്യ എക്സ്ചേഞ്ച് ആണെങ്കിലും ശരി, ഇവരുടെ എല്ലാത്തിൻ്റെയും ക്ലയൻറ്റ് ലിസ്റ്റിൻ്റെ അകത്ത് ഇന്ത്യയുടെ കുഞ്ഞു രാജ്യങ്ങൾ, തൊട്ട് കിടക്കുന്ന കുഞ്ഞൻ രാജ്യങ്ങൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഭൂട്ടാനോ നേപ്പാളോ മ്യാൻമാറോ പോലെയുള്ളത്. അപ്പോൾ ഇവിടുന്ന് പവർ അങ്ങോട്ടും അവിടുന്ന് പവർ ഇങ്ങോട്ടും
വരാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലുണ്ട്. ആത്യന്തികമായി ജനറേഷൻ കമ്പനികളെയോ ഡിസ്കോമുകളെയോ ഡിസ്ട്രിബ്യൂഷൻ കമ്പനികളെയോ ഒക്കെയാണ് ഇത് ആത്യന്തികമായിട്ട് കൂടുതൽ ലാഭങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പര്യാപ്തമാക്കുക. അപ്പോൾ പോളിസി സപ്പോർട്ട് ഇതുപോലെ പിന്നെ 100% FDI എന്ന് പറയുന്നത് ഓൾറെഡി ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെ പ്രതീക്ഷിക്കപ്പെടുന്നത് അടുത്ത കുറച്ച് വർഷങ്ങളായിട്ട്, അതായത് അടുത്ത 2 വർഷത്തേക്ക് $250 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇന്ത്യയിൽ പവർ സെക്ടറിൽ മാത്രം വരുന്നതെന്നാണ് കണക്കൂട്ടുന്നത്. അപ്പോൾ ഇത്രയധികം FDI ഡയറക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അൾട്രാ മെഗാ പവർ പ്രോജക്ട്സ് ഒക്കെ പോലുള്ളത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് കാണും. കൂടുതൽ ചീപ്പർ പവറിന് വേണ്ടിയിട്ട് ഉള്ളൊരു കോമ്പറ്റീഷൻ ഇവിടെ റൈസ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. കോമ്പറ്റീഷനിൽ വിൻ ചെയ്യുന്നവർ സക്സസ്ഫുൾ ആകുമെന്ന രീതിയിൽ. പിന്നെ അടുത്ത കാലത്ത് ഇറങ്ങിയ എക്കണോമിക് സർവേ ആണ്. എക്കണോമിക് സർവേ 2030 കൂടിയിട്ട് ഏകദേശം 330 ബില്യന്റെ റിന്യൂവബിൾ എനർജി ഇൻവെസ്റ്റ്മെന്റ് മാത്രം വരുമെന്നും കണക്ക് കൂട്ടുന്നു. ഇതൊക്കെയാണ് പവർ സെക്ടറിനെ സംബന്ധിച്ച് ഒരു ഗ്രോത്ത് ഡ്രൈവേഴ്സ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിനെ കൂടെ നമുക്ക് പോസിറ്റീവായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻവയോൺമെന്റൽ ക്ലിയറൻസ് സോളാർ പ്രോജക്റ്റിനൊന്നും വേണ്ട എന്നുള്ള രീതിയിലേക്ക് ഗവൺമെന്റ് ഒരു പോളിസി എടുത്തിട്ടുണ്ട്. അതായത് അദാനിയെ പോലെയോ അല്ലെങ്കിൽ ടാറ്റ പവർ പോലത്തെയോ ലാർജർ ഇൻസ്റ്റലേഷൻസ് നടത്തുന്നവർ 100 കണക്കിന് ഹെക്ടർ ലാൻഡിൽ സോളാർ ഫാം സ്ഥാപിക്കുന്നവരെ സംബന്ധിച്ച് ഇത് വലിയൊരു ആശ്വാസമാണ്. എൻവയോൺമെന്റൽ ക്ലിയറൻസ് വേണ്ട, ഫോറസ്റ്റും ക്ലൈമറ്റിക് ചേഞ്ചിനുള്ള ക്ലിയറൻസ് വേണ്ട, ഗ്രീൻ ട്രിബ്യൂണലിനുള്ള ക്ലിയറൻസ് വേണ്ട, ഒന്നും വേണ്ട. ഫോട്ടോവോൾട്ടായിക് സെൽ ഇൻസ്റ്റലേഷൻസ് ആണെങ്കിൽ പരിസ്ഥിതിക്ക് നല്ലതോ ചീത്തയോ ഈ ഒരു ഇൻഡസ്ട്രിക്ക് നല്ലതാണ്. ഈ കൂട്ടത്തിൽ നിന്ന് നമുക്ക് ചേർത്ത് വായിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഫിനാൻസിങ് കമ്പനികൾ അല്ലെങ്കിൽ ഹൈബ്രിഡ് ഫിനാൻസിങ് കമ്പനി, ഇപ്പോൾ REC ആണെങ്കിൽ ശരി, PTC ആണെങ്കിൽ ശരി, PFC ആണെങ്കിൽ ശരി, ഇങ്ങനെയുള്ള കമ്പനികളൊക്കെ സത്യം പറഞ്ഞാൽ നമ്മുടെ റൂറൽ ഇലക്ട്രിഫിക്കേഷന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വളരെയധികം ഇൻട്രസ്റ്റഡ് ആണ്. കാരണങ്ങൾ പലതാകാം, ചിലപ്പോൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയമൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ എങ്കിൽ പോലും ആ കാര്യം യാഥാർത്ഥ്യമായിട്ട് അവിടെ നിൽക്കുന്നു. അപ്പോൾ ഈ ഒരു റൂറൽ ഇലക്ട്രിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു വലിയൊരു കറവ പശുവാണ് ഈ പറഞ്ഞ പല ഫിനാൻസ് കമ്പനികൾക്കും അതേപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികൾക്കും. അപ്പോൾ അടുത്തൊരു 10 വർഷം എന്ന് പറയുന്നത് ഫിനാൻസ് പ്ലസ് ഇൻഫ്രാസ്ട്രക്ചർ, ഈ രണ്ട് സെക്ടറുകളും, ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഇൻഫ്രാസ്ട്രക്ചർ അല്ല, പവർ ഇൻഫ്രാസ്ട്രക്ചർ, ആ ഒരു സെക്ടറും പവർ ഫിനാൻസിങ് സെക്ടേഴ്സും, ഈ രണ്ടും അടുത്ത ഒരു 5 മുതൽ 10 വർഷം വരെയുള്ള കാലഘട്ടം അവരെ സംബന്ധിച്ച് സുവർണ്ണകാലമായിട്ട് വേണം ഇന്നത്തെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പോളിസി അനുസരിച്ച് കരുതാൻ. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു അധ്യായം ഓൾറെഡി നീണ്ടുപോയത് കൊണ്ട് സത്യം പറഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ നമ്മൾ ആദ്യം പറഞ്ഞ ഒരു 7 പവർ സെക്ടറിലെ സബ് സെക്ടേഴ്സ് അവയെക്കുറിച്ചുള്ള ഒരു ചർച്ചയും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കമ്പനികൾ അതിനെക്കുറിച്ചുള്ള ചർച്ചയും മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് നടത്താവുന്നതായിരുന്നു. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാൻ.